മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് സമ്മതപത്രം നൽകിയ ഗുണഭോക്താക്കൾക്ക് പുനരധിവാസത്തിനായി സർക്കാർ നൽകുന്ന 15 ലക്ഷം രൂപ ഉടൻ വിതരണം ചെയ്യും. 107 കുടുംബങ്ങൾക്കാണ് തുക ലഭിക്കുക. കൽപ്പറ്റയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ 402 കുടുംബങ്ങളെയാണ് ഗുണഭോക്താക്കളായി നിശ്ചയിച്ചത്. ഇതിൽ 107 കുടുംബങ്ങളാണ് വീടിന് പകരം പണം മതിയെന്ന് സർക്കാരിനെ അറിയിച്ചത്. ഇവർക്കാണ് തുക അനുവദിക്കുക. വിവിധ സംഘടനകളുടെ വീട് ലഭിച്ചവർക്കുൾപ്പെടെ സർക്കാർ 15 ലക്ഷം രൂപ നൽകും. ഇതിനായി 16.05 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത നിവാരണ നിധി എന്നിവയിൽ നിന്ന് അനുവദിച്ച് ഉത്തരവായി. ടൗൺഷിപ്പിൽ വീട് ആവശ്യപ്പെട്ടവർക്ക് 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ വീട് ഉയരുന്നുണ്ട്. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വീട് നൽകിയവരാണ് ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് ആവശ്യപ്പെട്ടവരിൽ ഭൂരിഭാഗവും. ദുരിതബാധിത കുടുംബങ്ങളിലെ 2 പേർക്ക് ജീവനോപാധിയായി ദിവസം 300 രൂപ നൽകാൻ 8 കോടി രൂപ കൂടിയും സർക്കാർ അനുവദിച്ചു. ദുരന്തമുണ്ടായ ആദ്യ 3 മാസം 2188 പേർക്ക് 5.88 കോടി രൂപ വിനിയോഗിച്ച് ജീവനോപാധി നൽകിയിരുന്നു. അമൃത ന്യൂസ്, വയനാട്.